സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. 500 മൈൽ കാൽനട ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന് വൈദികൻ തയ്യാറെടുക്കുന്നു. വാഷിംഗ്ടൺ DC. തൻ്റെ 4 നൂറ്റാണ്ട് നീണ്ട പൗരോഹിത്യ ജീവിതത്തിന് നന്ദിയുടെ സമർപ്പണവുമായി 1500 മൈൽ നീണ്ട കാൽനട ദിവ്യകാരുണ്യ തീർത്ഥാടനം നടത്തുവാൻ ഒരുങ്ങുന്നതിൻ്റെ ആവേശത്തിലാണ് ഫാദർ റോജർ ലാൻഡ്രി. ജൂലൈ 17 മുതൽ 21 വരെ ഇൻഡ്യാനാപോളിസിൽ വെച്ച് നടക്കുന്ന അമേരിക്കൻ ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നോടിയായി ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനം ക്രമീകരിച്ചിരിക്കുന്ന 4 റൂട്ടുകളിലൊന്ന് മുഴുവനായും നടക്കാൻ പ്രതിജ്ഞയെടുത്ത ഒരേയൊരു വൈദികനാണ് ലാൻഡ്രി എന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കൻ കത്തോലിക്ക ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദിവ്യകാരുണ്യ ഭക്തി ആഴപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ തീർത്ഥാടനം. ഓരോ റൂട്ടിലും 6 പേർ എന്ന നിലയിൽ 19നും 29നും ഇടയിൽ പ്രായമുള്ള 24 ശാശ്വത തീർത്ഥാടകർ വെയിലും മഴയും അവഗണിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് ഒരുങ്ങുന്നത്. 6500 മൈലിലധികം ദൂരം 4 വ്യത്യസ്ത വഴികളിലൂടെ നടന്ന് സഞ്ചരിച്ച് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്ന ജൂലൈ മാസത്തിൽ ഇൻഡ്യാനാപോളിസിൽ എത്തുവാനാണ് ഇവരുടെ തീരുമാനം. ഇതിൽ ഒരു റൂട്ടിൽ നിലവിൽ ന്യൂയോർക്ക് സിറ്റിയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ചാപ്ലിനായ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ലാൻഡ്രിയും ചേരാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. തൻ്റെ പൗരോഹിത്യത്തിൻ്റെ 25 വർഷം നീണ്ട ജൂബിലി ആഘോഷിക്കുന്നതിനുള്ള മികച്ച മാർഗമാണിതെന്ന് ഫാദർ ലാൻഡ്രി പറയുന്നു. സെൻറ്റ് എലിസബത്ത് ആൻഡ് സെറ്റണിൻ്റെ പേരിലുള്ള കണക്റ്റിക്കട്ടിലെ ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടനം സൈറ്റൺ റൂട്ടിലൂടെയാകും മുന്നോട്ട് പോകുക. ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന് തുടക്കം മുതൽ അവസാനം വരെ അനുഗമിക്കാൻ കഴിയുന്ന ഒരേ ഒരു വൈദികനാകുകയെന്നത് കർത്താവിൻ്റെ അസാധാരണമായ സമ്മാനമായി നന്ദിയോടെ കണക്കാക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ജൂലൈ 17 മുതൽ 21 വരെ ഇൻഡ്യാനാപോളിസ് കോൾസിൻ്റെ ഹോം സ്റ്റേഡിയമായ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് അമേരിക്കയിലെ ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുക. ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.